വെച്ചിട്ട് പോണ നാറി പിന്നെ വിളിക്കുന്നു. മുള്ളി എന്റെ പഴയ ലൈവ് പ്ലേ ചെയ്യുന്നത് ആരാരുടെ സ്ഥലം ഭയങ്കര കുറവാണ് അവന്റെ കയ്യിൽ. മുള്ളി ഞാനല്ലേ സംസാരിക്കുന്നത്. ഈ ചട്ട് ഊരി എന്റെ ചണ്ടീന്ന് ഒരു പാടി മേലോട്ട് ഇങ്ങനെ കിടക്കുവാ വര പോലെ. അത് പാടല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളല്ലേ വര പോലെ. ഗിണ്ടി സംസാരിക്കരുത് ഇവിടെ. ഓ ഇല്ല, അത് ഗിണ്ടി സംസാരിക്കാൻ പാടില്ല. ബംഗാളികള് വന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആ ബാബു ഒരു മിനിറ്റ്. എടാ ഇവന്റെ അനിയന്റെ പേരെന്തുവായിരുന്നടാ? എന്തോ ഒരു പേര് ഞാനും പറഞ്ഞു. ഫോട്ടോ എന്നാണോ തോന്നുന്നു. ഫ്രണ്ടിലാണ് പുള്ളി വരേണ്ടത്. നമ്മളെ ഗ്യാങ്സ്റ്റർ ഫ്രണ്ടിൽ തന്നെയാണ് പുള്ളിയുടെ വീട്. എടാ എന്റെ ഒരു എസിന്റെ ഇപ്പുറത്ത് കൈ തട്ടി പോവാടാ, ഞാൻ കണ്ടില്ലടാ. അവന്റെ പേരെന്താ? ചോട്ടോ? ചോട്ടുന്നാണോ? അല്ല അങ്ങനെ വരാം. ബാബുവിന്റെ അനിയൻ ചോട്ടുന്നാണ്. പണ്ട് എനിക്കൊരു 7-8 ചോട്ട് വന്നിരുന്നു സിറ്റിയില്. എല്ലാത്തിനും തുപ്പി ഓടിച്ച്. ചോട്ടോ തന്നെ ആയിരിക്കണം. ചോട്ടോ ബൈ നോക്കട്ടെ വരുമോ നോക്കട്ടെ. അങ്ങനെ ചോട്ടോ ബൈ ആണ്. ചോട്ടു ബായ് നമ്പൂതിരിയനല്ലേ? അപ്പൊ അവന്റെ പേര് വിളിപ്പറയുടെ എനിക്കറിയില്ല. സാധാരണ എനിക്ക് ഇതിനു മുന്നേ വന്ന എല്ലാ അനിയന്മാരുടെ പേര് ചോട്ടോ നമ്പൂതിരിയനായിരുന്നു. വെറൈറ്റി ആയിരിക്കും, വെറൈറ്റി. പക്ഷെ അവൻ എന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ അത് നിന്റെ അനിയൻ തന്നെയാ. നിന്നെ അച്ഛൻ പറഞ്ഞു പറ്റിച്ചതാ, നീ ഒറ്റ മോനാന്ന്. ചുമ്മാ മള്ളി, സത്യമായിട്ട് സീരിയസ് തമാശയല്ല. എങ്കിൽ എന്റെ അമ്മയും പറ്റിച്ചു. എങ്കിൽ എന്റെ അമ്മയും പറ്റിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉറപ്പല്ലേ? ஒரு 15 நிமிஷத்துல 15 நிமிஷத்துல புள்ளி வந்துரும். ഓക്കെ. മുള്ളി എന്റെ അനിയനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. എന്താണ് മുള്ളി? മുള്ളി ഹലോ, ജെട്ടി ബിൽഡിംഗ് എന്ന് പറയണ 7009 ചോട്ടു. ഇപ്പൊ പറ ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു. മുള്ളി അതെ പുള്ളിയുടെ അച്ഛന്റെ പേര് ചോദിക്കണം. എന്താ? അപ്പൊ ജോറു എന്നാണ് പറയുന്നതെങ്കിൽ ഒരു 10-25% ഓക്കെ. അച്ഛന്റെ മരുക എവിടെയാണെന്ന് ചോദിക്കണം. അപ്പൊ വലത്തെ രണ്ടിലാണെന്ന് പറയുവാണെങ്കിൽ 50% ഓക്കെ. അച്ഛന്റെ മറുക് പണ്ട് സൈക്കിളിന്റെ പിന്നിട്ട് അച്ഛന്റെ വലത്തെ മൂലത്തിൽ ഒരു വലിയ മരുകുണ്ടായിരുന്നു. ആണല്ലേ? അതെവിടാന്ന് ചോദിച്ചാൽ കൊടുക്കുമ്പം വലത്തെ മൂലത്തിൽ വലത്തെ ചന്തി എന്ന് പറഞ്ഞാൽ 50% ഉറപ്പിക്കാം. 50% ഉറപ്പിക്കാം. 100ലേക്ക് എത്താൻ നമുക്ക് എന്ത് ചോദിക്കണം? നമുക്കൊരു DNA ടെസ്റ്റ് നോക്കണം പുള്ളി. അതിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാബു. തോന്നില്ലേ? പിന്നെ ഇപ്പം എന്റെ അച്ഛന്റെ മോനാണോ എന്റെ മോനാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു നിനക്ക് മക്കളുണ്ടോ? അല്ല മക്കളുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ പറയാൻ പറ്റില്ല മുള്ളി. കാലമല്ലേ, ഉറങ്ങിക്കിറങ്ങുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് പോയി മക്കൾ ഉണ്ടാക്കുന്ന ടൈമാണിത്. ശരിയാ. പിന്നെ മുരളി പോപ്പുലർ ആണെന്ന് വിചാരിക്കണം. മുരളി ഒരു വൻ സെറ്റില്ല, ഷാരൂഖ് ഖാൻ പോലെ പോപ്പുലർ ആണ്. മുരളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്കില്ലുണ്ടല്ലോ. മുരളിയുടെ സ്ഥാനത്തിന് പോയി മുരളിക്ക് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഡിമാൻഡ് ആയില്ലേ? ഈ സ്കില്ലെല്ലാം അവിടെ കിട്ടിയില്ലേ? അത് ഷാരൂഖ് ഖാന്റെ കാര്യം ഓക്കെ, നിന്റെ കാര്യത്തിൽ അതെങ്ങനെയാ? ചിലപ്പോ ഞാൻ ചമ്പാക്ക് വെക്കുന്ന സ്റ്റൈൽ പറ്റില്ല മള്ളി. ഹലോ ഹലോ കേക്കാവോ? നീ വണ്ടിക്കകത്ത് കയറി ബാബു, വണ്ടിക്കകത്ത് കയറി.
മുള്ളി കേറാൻ പറ്റാത്ത ബാക്കപ്പ് ഇഷ്യൂ ഉണ്ട്. പറഞ്ഞ വരായിരുന്നു. എന്തോ അണ്ണ എവിടെ വന്നിട്ട് ശവം എടുക്കണം ഞാൻ. ഇല്ല, ശവമൊന്നുമില്ല. സംസാരിക്കാൻ പോവാ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. പോരാ സ്ഥലം എടുക്കണോ? ഓക്കെ ഓക്കെ ശരി ശരി ശരി. മുള്ളിന്റെ തല എടുക്കുന്നത് ശവം ശവം ബാക്കി ഇരിക്കണേ. ഹലോ അത് അവസാനം അനിയൻ. ഹലോ സമാധാനമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോവാ. ഒരു മിനിറ്റ്. വെറുതെ വണ്ടിയുടെ ഈ സൗണ്ടിന്റെ ഇടയ്ക്ക് സംസാരിച്ച് ആ അതെ വെച്ചിട്ട് പോരാ നാറി പിന്നെ വിളിക്കാൻ മുള്ളി എന്റെ പഴയ ലൈവ് ആരും പ്ലേ ചെയ്യുന്നത് ഇവിടെ സമാധാനമുള്ളൊരു സ്ഥലം ഏതുണ്ട്? ആരാരുടെ സ്ഥലം ഭയങ്കര കുറവാണ് സത്യം എല്ലാവരും സമാധാനക്കേടാ. മുള്ളി ഞാനല്ലേ സംസാരിക്കുന്നത് മുള്ളി ഞാൻ പറയാം സമാധാനമുള്ള സ്ഥലം എലിപ്പിട്ടിയല്ല അവിടെ ആകുമ്പോ ഒറ്റ മനസ്സിൽ കാണൂല അവിടെ മനുഷ്യരില്ല, പക്ഷെ മറ്റേ ചിമ്പാൻസി കുരങ്ങന്മാരും പക്ഷികളുണ്ട് കൂടുതലായിട്ട് അതെ അതെ ബാബു ശരിയാ. മുള്ളി ഞാനല്ല പഠിച്ചത് ബാക്കി ഇരിക്കണ ആളാ. എന്നെ പിന്നെ പേര് കഴിയുന്ന ചോട്ടു ദൈവം. കൊന്ന്. അയ്യോ നിമ്മസിനോട് ജീനക്കോ ഹലോ രണ്ടുപേരും help ഞങ്ങൾ രണ്ടുപേരും ഹെൽപ്പിട്ടായിരുന്നു ബ്രോ. എന്റെ ഫോൺ ഓഫാണ്, അത് ചാർജ് ചെയ്യാൻ എങ്ങും പറ്റുന്നുമില്ല. പവർ ബാങ്ക് വർക്കല്ല, പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം റിമൂവ് ചെയ്തേക്കുന്നു. ഫോൺ ചാർജ് കുറയുന്നില്ലെന്ന് തോന്നുന്നു. 68 നിപ്പുണ്ട്. ഫോൺ ഓണാക്കി നോക്കി. ഇല്ല, ഇപ്പഴും 0% നിക്കുന്നു. ആ വന്നു. ഓക്കെ താങ്ക് യു. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു വേറെ ആരുടെ കിട്ടിയോ? വേറെ ആരും രണ്ടാമത്തെ ആളായിരുന്നു. അല്ല അത് എനിക്ക് വേണ്ടി ഹെൽപ്പ് ഇല്ല, നമുക്ക് എല്ലാവരും ശരിയായി. നമുക്ക് കുഴപ്പമില്ല. രണ്ടുപേരും കിട്ടിയായിരുന്നു. രണ്ടുപേരുടെ ഫോൺ ചാർജ് ആയിരുന്നു. ശരി ശരി ശരി. Not rechargeable. ഇന്നലെ SRRN DJ അടിച്ചിട്ട് ആര് ചെയ്തടാ? അടിയായില്ല, അത് കൂൾ ഡൗൺ ആയി. അതെന്താ? TJ ഏതോ ടിക്കറ്റ് വിളിച്ചതിന്റെ കൂൾ ഡൗൺ സമയത്ത് ഒരു സിറ്റുവേഷൻ എടുത്ത അഡ്മിൻ സെൻഡ് ചെയ്ത് വിട്ട സിറ്റുവേഷൻ മനസ്സിലായോ? സണ്ണി ലിയോൺ വെടിയേറ്റ മിയ ഖലീഫ. സത്യമല്ലേ? വാ, കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? ചോട്ടു, നീയല്ലേ പറഞ്ഞത് ബാബുവിന്റെ അനിയനാണെന്ന്? ഉദ്ദേശിച്ച ബാബു ഞാനാണോ? അതെ. എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടേ? നമ്മള് പണ്ട് ഡേറ്റ് നമ്മള് പോയിരുന്നതാണ്. എത്ര ഡേറ്റുകൾ, എത്ര ഡിമണ്ട് കൂടി അടക്കം മറന്നോ? ഡിമണ്ട് കൂടിയതോ? ഓ പണ്ട്. അല്ലേ എന്റെ അജിന്റെ മോനാണോ? അതെ അതെ, എന്നെ ആണ് എന്റെ ഒരു വിശ്വാസം. വിശ്വാസം ഡൗട്ട് ഉണ്ട്. ഓക്കെ, അജിന്റെ പേരെന്താണ്? പള്ളി ഞാൻ ചോദിച്ച മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കേ. ശരിക്കുള്ള ബാബു ഇപ്പൊ പറഞ്ഞത്. എനിക്കൊരു ഞങ്ങൾക്കൊരു കാര്യം ജസ്റ്റ് കൺഫേം ചെയ്യാനുണ്ട് കേട്ടോ. അയ്യോ വേണ്ട. അതായത് ഈ ജോറ് നമ്പൂതിരിയില്ലേ, അതായത് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആൾ, ബാബുന്റെ നിങ്ങടെ അപ്പൊ നിങ്ങടെ അച്ഛന്റെ ഏതോ ഒരു ചന്തയിൽ ഒരു മറുകുണ്ട്. അത് വലത്താണോ ഇടത്താണോ? അച്ഛൻ കുളിക്കുമ്പോ ഞാൻ പോയി നിക്കാറില്ലായിരുന്നു. ഇല്ല, അച്ഛൻ മുണ്ടെടുക്കുമ്പോ വെളിയിൽ കാണാൻ പറ്റുമായിരുന്നു. തൊളവുണ്ടാ ചണ്ടിക്ക് മേലോട്ട് സ്ഥലമുണ്ടല്ലോ, ചണ്ട അവിടെ വെച്ച് തീരുന്നില്ലല്ലോ. ചണ്ടിയിലുണ്ടല്ലോ പറഞ്ഞേ. അതെ, സ്പ്രെഡ് ഔട്ട് കിടക്കുവാണ്.
അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ചന്തി പൊക്കി നോക്കോ മുണ്ട് പൊക്കി നോക്കോ എന്റെ എവിടെയാണ് പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, ഞാനാണ് നിന്റെ അച്ഛനെ വിചാരിക്കുക. ഞാൻ നിക്കറിട്ടു, ഈ ഷർട്ട് ഊരി, എന്റെ ചന്തിന്ന് ഒരു പാടി മേലോട്ട് ഇങ്ങനെ കിടക്കുവാ വര പോലെ. അത് പാടല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ളല്ലേ വര പോലെ. അത് നടുക്ക് ഞാൻ പറയുന്നത് സൈഡിലെ കാര്യം. അറിയില്ലേ? അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ലാന്നോ? അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛൻ വലിയ മുണ്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ല. പുള്ളി വീട്ടിൽ വന്നിട്ട് ആകെ 1 or 2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ നാട്ടിൽ വേറെ പണി ഉണ്ടെന്നുണ്ടെ പുള്ളി പോകും. പിന്നെ പുള്ളി വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ളൂ. ഒറ്റ മിനിറ്റ് പറ. ഇത് ഞാൻ പറഞ്ഞ സീനാണ്. എന്താ പുള്ളി ഫുൾ ടൈം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പണി ഉണ്ടെന്നും പറഞ്ഞ ആഴ്ചയിൽ 1 or 2 ദിവസം മാത്രം വേറൊരു സ്ഥലത്ത് പോകും. അപ്പൊ വെരിഫൈഡ് മനസ്സിലായില്ലേ? ആ 2 ദിവസമാണ് തോന്നി ഇവന്റെ വീട്ടിൽ പോകുന്നത്. ഇവന്റെ വീട്ടിൽ പോയിട്ട് പറയും എനിക്ക് ആഴ്ചയിൽ 4 ദിവസം പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരും. എന്നാലും മിച്ചം 1 ദിവസം ഉണ്ടല്ലോ, അന്നെവിടെ പോകും? അപ്പൊ അടുത്ത അനുമതി ഒരു അനിയത്തി വരാനുണ്ട്. എന്തേ പഠിപ്പിക്കുന്നയോ എന്റെ പേര് മള്ളി. എന്നാലും കൺഫേം ചെയ്യാനുണ്ട് മള്ളി. എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. എന്നെ പോലെ നിക്കറിട്ടോ കുറച്ച് ദിവസം എടുക്കും മള്ളി എനിക്കിത് കൺഫേം ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ റിയാലിറ്റി. പക്ഷെ ഞങ്ങള് വെളിയിൽ കാണുന്നവർക്ക് നിങ്ങൾ രണ്ടും അനിയന്മാര് തന്നെ. അതിനപ്പുറത്ത് വേറെ വ്യത്യാസം ഇല്ല ബ്രോ. ഇനി സംസാരിക്കുമ്പോഴേ ചോട്ടു ആയ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കതൊരു തടസ്സമാവും. മുള്ളി ഇല്ലെങ്കിൽ നീ പറയുന്നല്ല ബാബു പറഞ്ഞെന്ന് വിചാരിക്കും. പിന്നെ വേറെ കേസ്, ഞാൻ ഇല്ലാത്തൊരു സമയത്ത് മുള്ളിക്ക് മിസ്സിംഗ് വരാത്തതിന്റെ കാരണം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ അല്ലല്ല, ഞാൻ ചോട്ടനടുത്ത് അധികം അങ്ങനെ സംസാരിക്കാറില്ല. അതാണ് നല്ലത്. ചിലപ്പോൾ ചോട്ട് പോയത്. അല്ല ഞാനപ്പോ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല ചോട്ടു എങ്ങനെയാ കണ്ടുപിടിച്ചത്? ശരിക്കും പറഞ്ഞ ബാബുനെ ഇങ്ങനെ ഒരു മോനുണ്ടെന്ന് ബാബു എങ്ങനെ കണ്ടുപിടിച്ച്? ഞാൻ അതിനൊരു പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, അതായത് പുള്ളി, അതായത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് പുള്ളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഞാൻ ജനിക്കുന്ന 2 വർഷം മുമ്പ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അതെന്തേ പറയാൻ പറ്റില്ലേ? ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് മുരളിയുടെ പയ്യനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ്, കരണ്ട് പണി, ഇതെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. ഞാനിപ്പോ വിദ്യാഭ്യാസമുള്ളവരെ കൂടി തന്നെ ഞാനിപ്പോ നിൽക്കണേ. ഓ മുള്ളി ഇവൻ സേഫാണ്, നമ്മുടെ പിള്ളയല്ല. അങ്ങനെ വർത്താനം ഈ പറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ വെച്ച് അതിനകത്ത് 2 വർഷം മുമ്പ് എന്റെ അച്ഛൻ മരിച്ചിരിക്കണേ. 2 വർഷം മുന്നേ അച്ഛൻ പോസിബിൾ. അത് എന്റെ അടുത്ത് പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ രാജാബാനാണ് പേര് പറഞ്ഞത്. ആ രാജ്യന്റെ പേരോ? ആ, പക്ഷേ അത് പോസിബിൾ അല്ല. അപ്പോഴാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം അമ്മ എന്നെ പറയാൻ ചെയ്തു ഏതാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. പുള്ളി വല്ലപ്പോഴും വരുള്ളൂ. കാരണം എന്റെ പുള്ളിനെ പറ്റി അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്ക് വേറെയും ഭാര്യയും മോനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. ഈ വേറെ ഭാര്യയും ബാബുവല്ലേ? ആ അതെ. പരിചയപ്പെട്ടേ. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡാഡ്. ഹെൽമെറ്റ് തല കയറിയിട്ടുണ്ടായിരുന്നല്ലേ? നീ ഇത് തന്നെ നിന്നെ കണ്ണാടി കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് നോക്ക്. ഒന്നും പറയാൻ പറ്റില്ല മള്ളി. പോലെ 7 പേരാണ് ആ ഗ്യാങ്സ് ഉണ്ടായിരുന്നത്, മറ്റേ ഗ്യാങ്ങിന്റെ വന്നത്. ബാൻഡൂരാനോ? അല്ലല്ല, എല്ലാം ഒരേപോലെ. നേരത്തെ ബാബുല്ലേ പറഞ്ഞത് എല്ലാം നോക്കണോന്ന്. അച്ഛൻ്റെ മുണ്ടെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വെട്ടിന്റെ കാര്യമാണ്, നീളത്തിന്റെ കാര്യമൊന്നും അച്ഛനെ പോലെ എനിക്ക് കിട്ടിണ്ടാവില്ല. എനിക്കറിയില്ല. ഇല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് നിനക്കല്ലേ അറിയോ? നീയല്ലേ പറഞ്ഞ നീളം നോക്കണോന്ന്. നിങ്ങളുടെ കൗണ്ടർ, നിങ്ങളുടെ തഗ്, ശബ്ദം എല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ഒരൊറ്റ DNA എന്നാണ് ഇതെല്ലാം ഉണ്ടായേക്കുന്നേ. അപ്പൊ ഞാൻ വരാത്ത ദിവസം പുള്ളി ലീവ് എടുത്ത് കയറിക്കോട്ടല്ലേ? അല്ല അങ്ങനെയല്ല, അത് ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടാണ്. ഇവൻ കഷ്ടപ്പെട്ട് ഇവൻ എന്തെങ്കിലും നേരിടാ. നമ്മളെ കഷ്ടപ്പാടിന്റെ വില അറിയണമല്ലോ. അതെ, അച്ഛന്റെ ബർത്ത്ഡേ എല്ലായിടത്തും കയറിയാലെങ്ങനാ?
അത് ശരിയാ. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയൊന്നും അല്ല. ഇത്രയും നാളെ നിങ്ങളെ ആള് രണ്ടുപേരെ കൂടെ ഉണ്ട്. പറഞ്ഞ് പറ്റിച്ച് നിന്റെ അച്ഛനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. അതെ കള്ളത്തണ്ട. നോ പ്രൗഡ് ഓഫ് മൈ ഡാഡ്. അതെന്താ? പുള്ളിക്ക് ഇനി എത്ര ഭാര്യയുണ്ട് എത്ര മക്കളുണ്ട് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല സത്യം പറയാം. എനിക്കത് കൊടിയാവുന്നു മുള്ളി. ഇത് എവിടെ നിന്ന് പഠിച്ചു ചോദിച്ചാൽ അച്ഛൻ കണ്ട് പഠിച്ചെന്ന് പറയാലോ. അങ്ങനെ ഒരു ഗതികേട് എന്തായാലും നിനക്ക് വരത്തില്ല, നിനക്ക് പെണ്ണില്ലല്ലോ. മുള്ളി ആയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാത്തിനും മുള്ളിലേക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ച് വിട്ടത് കേട്ടോ. ഓ, ആയ കാലത്ത് എന്റെ ഉണ്ടായിരുന്നല്ല ഉമ്മിച്ചത് നീ തന്നെയല്ലേ? അപ്പൊ പിന്നെ അവരാണ് എന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ പറഞ്ഞത്. അതൊക്കെ ചാലിയായി പൊക്കോളും. ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പോയവര് പോയി. മരിച്ചവരെ പറ്റി ഒന്നും പറയില്ല ഞാൻ. ഓക്കെ ഓക്കെ. മരിച്ചുവല്ലേ ചോറു? പിന്നെ മരിച്ചിട്ട് കുറെ കാലമല്ലോ. എത്ര നാളായി? മുള്ളി ഇപ്പൊ ഞാൻ മുള്ളിന്റെ അടുത്ത് വരുന്നതിനും ഒരു 3 years ബാക്ക് ആയിരിക്കും മരിച്ചതെന്ന് തോന്നുന്നു. അയ്യോ, മുള്ളിന് ഓർമ്മയില്ല, മരിച്ച കഥ മുള്ളിക്ക് ഓർമ്മയില്ല. നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കോ എനിക്ക് 25. നിനക്കോ? 27. 27. നിങ്ങൾ തമ്മിൽ 2 വർഷത്തിന്റെ ഗ്യാപ്പ്. അന്ന് ഒരു മാസം പ്രമോഷൻ കിട്ടിപ്പോയായിരുന്നു പുള്ളി. ആരെയാ കൂടെ ഇരുന്ന്? എനിക്കില്ലല്ലോ. ഹലോ. വാസുണ്ണ, ആ, ഞാനാ റാംബോ. റാംബോ പറ. എവിടെ ഉണ്ട്? അപ്പൊ നമ്മള് ഒരു ചെറിയൊരു കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. എവിടെ ഉണ്ട് റാംബോ? എവിടെ ഉണ്ട്? ഞാൻ എന്താ ഷേക്കിന്റെ കൂടെ ഉണ്ട്, മുതുക്കില്. ഓ, ഞാൻ ഇത് കഴിഞ്ഞ ഈ നമ്പറിൽ വിളിക്കട്ടെ, ഒരു 10 മിനിറ്റ്. ഓ ശരി വാസുണ്ണ, ശരി ഓക്കെ, ശരി. ഓക്കെ. നീയെങ്കിലും ജീവിച്ചു, ഞാനോ ഇവിടെ ഇല്ല. ഇല്ലേ, മരിക്കാണോ അപ്പോ? ഇല്ല, മരിക്കുന്നില്ല. കൊണ്ടുപോണെങ്കിൽ ഒരാൾ കൊണ്ടേക്കും. അല്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചോട്ടു നിന്റെ അടുത്ത്. ബാബു പല അനിയന്മാരെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഒരാളോട് ഇത്രയും കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്. സത്യം. അത് വെച്ച് നോക്കുമ്പോ തന്നെ ഏകദേശം ഈ DNA കൺഫേംഡ് ആണ്. ഇതിനു മുന്നേ ഓരോരുമാര് വന്നപ്പോഴേ ഞാൻ സിറ്റിയിൽ സ്ഥിരമായിട്ടുണ്ട്. എനിക്ക് വെച്ച് അനുഭവിക്കണ്ട. ഇത് ഞാൻ ഇല്ല, മുലലി വെച്ച് അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവ അങ്ങനെ ശല്യമുള്ള ഒരുത്തല്ല, മനസ്സിലായോ? പിന്നെ കുഴപ്പമില്ല മള്ളി. ഞാനായിട്ട് ഒരുത്തന്റെ അവൻ എൻജോയ് ചെയ്തിട്ടേ മള്ളി. ഞാനോ സ്ഥിരം വരുന്നില്ലേ? ഇത് മറ്റേ പശു പുല്ല് തിന്നയില്ല, തീറ്റിക്കയില്ല. എന്തിന്? അവൻ തിന്നട്ടെ മള്ളി. അല്ല, നിന്റെ അച്ഛൻ ഒന്നാന്ന് പറയുന്നത് നിനക്ക് വിഷമമില്ലല്ലോ അല്ലേ? മള്ളി അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ടു അച്ഛനുണ്ടെന്ന് പറയാലോ മള്ളി. അതല്ലേ ചോദിക്കേ? അയ്യോ, മുലലിയെ പറ്റി പറഞ്ഞല്ല മള്ളി. രണ്ടുപേർക്ക് സന്തോഷമായില്ലേ? രണ്ടുപേർക്ക് അച്ഛനെ കിട്ടിയില്ലേ? അല്ല, എനിക്ക് നേരത്തെ പണ്ടേ ഉണ്ട് മുള്ളി. കൺഫേം ചെയ്ത് കൊടുത്തു അവനിപ്പോ. അവനും ഉണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിലും സന്തോഷം. നിങ്ങൾ രണ്ടും ഞാൻ കാരണം 2 ചേട്ടനനിയന്മാരെ ഒന്നിച്ചല്ലോ. സത്യം. വലിയ കാര്യം. പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത്. കൂടെ പറയാറുണ്ട്. 2 ദിവസം നിന്റെ വീട്ടില്, 4 ദിവസം എന്റെ വീട്ടില്, മിച്ചം ഡേ 1. അനിയത്തി തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. അച്ഛന്റെ കഴിവ് ചിലപ്പോ അനിയത്തിയോ ചിലപ്പോ ഇരട്ടിയൊക്കെ ആയിരിക്കും. നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും. നീ ഇന്ന് പോവണ ഇത് പറഞ്ഞിട്ട് നാളെ ഇനി ഫീമെയിൽ ക്യാരക്ടറെ കൂടെ ഞാൻ സഹിക്കണമല്ലോ ആലോചിക്കുമ്പോഴാണ്. അത് ഞാൻ ത്രെഡ് ഇപ്പോഴേ മള്ളി. അതെ, ഇപ്പൊ തന്നെ തുടങ്ങി. ഏതെങ്കിലും ഒരു വോയിസ് ചേഞ്ചർ ഇപ്പൊ സെറ്റ് ചെയ്ത് കയറി വരും. അല്ല, അത് ഒറിജിനൽ ആയിരിക്കണം മള്ളി. നിങ്ങളെന്ന് പറയുമ്പോ ഒറിജിനൽ ആയിരിക്കണം. നമുക്ക് തനിത്താങ്കം ആണല്ലേ? പിന്നെ ടിക്കറൊക്കെ ഇട്ടിട്ട് ഒരു കൂടി കാണണല്ലേ? പിന്നെ നിക്കറിട്ടായിരിക്കുമല്ലോ വരുന്നത് എന്തായാലും. എന്തായാലും കുഴപ്പമില്ല. അനിയ ഇപ്പൊ ഇത്രയും നാൾ ഞാൻ സിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഞാൻ ഇല്ലാത്ത സമയം നീയും ചെയ്യണം കേട്ടോ. എന്റെ പോലീസ് ഇത്രയുള്ളൂ. മലയാളിക്കൊരു പെണ്ണ്, ചന്ദ്രനൊരു അച്ഛൻ. ഇത് മാത്രം നീ നോക്കിയത് സിറ്റിയില്. ഒന്ന് പറഞ്ഞേ. പിന്നെ അച്ഛൻ അച്ഛൻ ഞാൻ കുറച്ച് കഴിയുമ്പോ കുറച്ചുകൂടി സ്ട്രേറ്റ് ആവും. മനസ്സിലായില്ലേ? ഇവരെ കൂടി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാങ് വിട്ട് മലയാളത്തിലാണ് കുറച്ചുകൂടെ വരും. കുറച്ചാൾ ബംഗാളി പോയിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ എനിക്ക് ലീവിന് പോയിട്ട് വരുമ്പോ എനിക്ക് പ്രശ്നം ഉണ്ട്. പക്ഷെ ഇവരെ കൂടെ വരുമ്പോഴാണ് മലയാളിയിലാവണം. മനസ്സിലായി? ഗിണ്ടി സംസാരിക്കരുത് ഇവിടെ പറഞ്ഞു. ഇല്ല, അത് ഗിണ്ടി സംസാരിക്കാൻ പാടില്ല. ഓക്കെ മള്ളി. മള്ളി ഞാൻ കളിയാക്കാന്ന് വിചാരിക്കല്ലേ? കാര്യം പറഞ്ഞോട്ടെ.
നമ്മള് ഈ വീടൊക്കെ പണിയാൻ നേരെ ബംഗാളികൾ വന്ന് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ അതും കണ്ടിരിക്കുകയാണ് എത്ര നേരം. എന്തൊരു സാധനങ്ങളൊക്കെയാണ്. ബാബു ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്തോണ്ട് കേട്ടോ ബാബുവിന്. ആര് മുള്ളി